കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന ചടങ്ങാണ് തൃക്കൂർ അരിയളവ്. കൊട്ടിയൂർ പാരമ്പര്യ സ്ഥാനികരായ മണത്തണയിലെ 6 കുടുംബങ്ങൾക്കാണ് അക്കരെ സന്നിധാനത്തു നിന്നും തൃക്കൂർ ലഭിക്കുന്നത്. കൊട്ടിയൂരിന്റെ ഉടമസ്ഥാവകാശം കൈയാളുന്ന 4 ഊരാളർ തറവാടുകളും മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്ര ഉടമസ്ഥാവകാശം കൈയാളുന്ന 2 ഏഴില്ലത്ത് കുടുംബങ്ങളും കൊട്ടിയൂരിലെ പ്രധാന അവകാശികളാണ്. കുളങ്ങരേത്ത്, ആക്കൽ, കരിമ്പനക്കൽ ചാത്തോത്ത്, തിട്ടയിൽ എന്നിവയാണ് ഊരാളർ തറവാടുകൾ. കൂടത്തിൽ, കോമത്ത് എന്നിവയാണ് ഏഴില്ലത്ത് തറവാടുകൾ. ഇവർ യഥാക്രമം പെരുമാളിന്റെയും ഭഗവതിയുടെയും വിഭാഗക്കാരാണ്. ഈ കുടുംബങ്ങളിലെ സ്ത്രീകൾ കൊട്ടിയൂർ അക്കരെ സന്നിധാനത്ത് ദർശനത്തിനെത്തിയാൽ വർഷത്തിലൊരിക്കൽ മാത്രം നൽകുന്ന തൃക്കൂർ പ്രസാദം സ്വീകരിച്ചേ മടങ്ങിപ്പോകാൻ പാടുള്ളൂ എന്നാണ് പൂർവ്വനിശ്ചയം. ആയതിനാൽ തൃക്കൂർ പ്രസാദം നൽകുവാൻ മുൻകൂട്ടി നിശ്ചയിച്ച ദിവസമാണ് മണത്തണയിലെ അവകാശികളായ ഈ സ്ത്രീകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നത്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന് ദർശനം നടത്തി മടങ്ങുമ്പോഴും തൊട്ടടുത്തുണ്ടായിട്ടും സ്വന്തം ഭഗവാനെ കണ്ടൊന്നു തൊഴാൻ വർഷങ്ങളായി ഭാഗ്യം ലഭിക്കാത്ത നിരവധി സ്ത്രീകൾ ഈ കുടുംബത്തിലുണ്ടാകാറുണ്ട്. കുടുംബങ്ങളിലുണ്ടാകുന്ന പുല ബാലായ്മകൾ കൊണ്ടും സ്ത്രീ സഹജമായ കാരണങ്ങൾ കൊണ്ടും തൃക്കൂർ തീരുമാനിക്കുന്ന ദിവസം സന്നിധാനത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വർഷം വൈശാഖ മഹോത്സവത്തിൽ അവർക്ക് ദർശനം സാധ്യമാകില്ല. ആയതിനാൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഈ കുടുംബങ്ങളിലെ അംഗങ്ങൾ തൃക്കൂർ അരിയളവ് ദിവസത്തിനു മുന്നേ മണത്തണയിലെ കുടുംബ വീടുകളിൽ എത്തിച്ചേരാറുണ്ട്. രോഹിണി ആരാധനയ്ക്ക് ശേഷവും എന്നാൽ മകം നാളിന് മുന്നേയും വരുന്ന ഒരു ദിവസമാണ് തൃക്കൂർ പ്രസാദ വിതരണത്തിന് നിശ്ചയിക്കപ്പെടുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം രാവിലെ തന്നെ ഇവർ കൊട്ടിയൂരിലെത്തുന്നു. ബാവലിയിൽ മുങ്ങിക്കുളിച്ചു വേണം പെരുമാളെ തൊഴാൻ. പാരമ്പര്യ ആചാരപ്രകാരം വേണം അക്കരെ സന്നിധിയിലെത്താൻ. ബാവലിയിൽ കുളിച്ച് ഈറനണിഞ്ഞ് ദർശന സമയം കാത്തുനിൽക്കുന്ന ഇവർക്കരികിലേക്ക് സന്നിധാനത്തു നിന്നും തേടൻ വാര്യരെ പറഞ്ഞയക്കുന്നു. അക്കരെ സന്നിധാനത്തെത്താൻ സമയമായെന്ന് ആചാരപ്രകാരം സന്ദേശം വരുന്നതോടെ മന്ത്രജപങ്ങളോടെ ഇവർ സന്നിധാനത്തെത്തുന്നു. ഭക്തജന തിരക്കൊഴിവാക്കി പ്രത്യേകം സൗകര്യമൊരുക്കി ഇവരെ മണിത്തറയിലേക്ക് ആനയിക്കുന്നു. മണിത്തറയിൽ ദേവനെയും വാളറയിൽ ദേവിയെയും തൊഴുത് ഇവർ അവരവരുടെ കയ്യാലകളിലേക്ക് പോകുന്നു. അന്ന് മുഴുവൻ സന്നിധാനത്ത് ഇവരുണ്ടാകും. കയ്യാലകളിൽ ഇവർക്കു വേണ്ടി സദ്യ ഒരുക്കുന്നു. രാജകുടുംബക്കാർക്കുള്ള തൃക്കൂർ അളവും ഇതേ ദിവസമാണ് നടക്കുന്നത്. പന്തീരടി നിവേദ്യത്തിനു ശേഷം പന്തീരടി കാമ്പ്രം മണിത്തറയ്ക്കരികിലെ മുഖമണ്ഡപത്തിൽ വെച്ച് രാജകുടുംബത്തിലെ സ്ത്രീകൾക്കുള്ള തൃക്കൂർ അരി നൽകുന്നു. രാത്രി ശീവേലിക്ക് ശേഷമാണ് മണത്തണ അവകാശികൾക്കുള്ള തൃക്കൂർ നൽകുക. ശീവേലി തൊഴുത് ശുഭ്രവസ്ത്രം ധരിച്ച് ഇവർ സമയം കാത്തുനിൽക്കുന്നു. അത്താഴപൂജ കഴിഞ്ഞ് ഭക്തജനങ്ങൾ പൂർണ്ണമായും പിന്മാറിയതിനു ശേഷം തറ കഴുകി വൃത്തിയാക്കി തൃക്കൂർ അളവിനുള്ള സമയം നിശ്ചയിക്കുന്നു. തേടൻ വാര്യർ കയ്യാലകളിലെത്തി സമയമറിയിക്കുന്നതോടെ എല്ലാ സ്ത്രീകളും മണിത്തറയിലെത്തണം.
പെരുമാളെ തൊഴുത് മുഖമണ്ഡപത്തിലെത്തുന്ന ഇവർക്ക് അടിയന്തര യോഗത്തിന് മുന്നിൽ വെച്ച് കാമ്പ്രം സ്ഥാനികൻ തൃക്കൂർ പ്രസാദം നൽകുന്നു. കുളങ്ങരേത്ത്, ആക്കൽ, കരിമനക്കൽ, ചാത്തോത്ത്, തിട്ടയിൽ എന്നീ ഊരാളർ തറവാടുകളിലെ സ്ത്രീകൾക്ക് ദേവന്റെ തൃക്കൂറായി അരിയും, കൂടത്തിൽ, കോമത്ത് എന്നീ ഏഴില്ലത്ത് തറവാടുകളിലെ സ്ത്രീകൾക്ക് ദേവിയുടെ തൃക്കൂറായി തേങ്ങയും ശർക്കരയും പഴവും നൽകുന്നു. കുടുംബത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗത്തിന് കൊടുത്തു തുടങ്ങുന്ന തൃക്കൂർ ഏറ്റവും അവസാനമാണ് മുതിർന്ന അംഗത്തിന് ലഭിക്കുക. കോടിമുണ്ടിൽ പ്രസാദം വാങ്ങിക്കെട്ടി തലയിൽ വെച്ച് ഭണ്ഡാരം പെരുക്കി ഇവർ കയ്യാലകളിലേക്ക് മടങ്ങും. തൃക്കൂർ പ്രസാദം വാങ്ങി അക്കരെ സന്നിധാനത്തു നിന്ന് മടങ്ങിയാൽ പിന്നെ ഊരാളർ തറവാടുകളിലെയും ഏഴില്ലത്ത് തറവാടുകളിലെയും സ്ത്രീകൾക്ക് ആ വർഷം സന്നിധാനത്ത് പ്രവേശനമില്ല. ഈ തറവാടുകളിലെ പുരുഷന്മാർക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ദിവസത്തെ തൃക്കൂർ പ്രസാദത്തിന് അർഹതയുള്ളൂ. ജീവിതത്തിൽ ആദ്യമായി സന്നിധിയിൽ പ്രവേശിക്കുന്ന വർഷം തന്നെ അവർ തൃക്കൂർ വാങ്ങിയിരിക്കണമെന്നും നിർബന്ധമാണ്.